भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശസ്കന്ധം അധ ഏകോനത്രിംശോऽധ്യായ. ഉദ്ധവ ഉവാച സുദുശ്ചരാമി മാം മന്യേ യോഗചര്യാമനാത്മനാ യഥാഞ്ജസാ പുമാൻ സിദ്ധ്യേത് തന്മേ ബ്രൂഹ്യഞ്ജസാച്യുത. പ്രായശ പുണ്ടരീകാക്ഷ യുഞ്ജന്തോ യോഗിനോ മനഃ വിഷീദന്ത്യ സമാധാനാൻ മനോ നിഗ്രഹകർഷിതാ. അധാത ആനന്ദദുഃഖം പദാംബുജം ഹംസാശ്രയേരന്നരവിന്ദലോചന. സുഖം नु വിശ്വേശ്വരയോഗകർമ്മഭിസ്ത്വന്മായയാമി വിഹതാ നമാനിന. കിം ചിത്രമച്യുത തവൈദദശേഷബന്ധോ ദാസേഷ്വനന്യശരണേഷു യദാത്മസാത്വം. യോ രോചയൽ സഹമൃഗൈ സ്വയമീശ്വരാണാം. ശ്രീമൽ കിരീട തടപീഡിത പാദപീഠ. ശ്രീമൽ കിരീട തടപീഡിത പാദപീഠ. തം ത്വാഖിലാത്മദൈതേശ്വരമാശ്രിതാനാം സർവാർത്ഥദം സ്വകൃതവിദ്വിസൃജേത. കോനു കോ വാ ഭജേൽ കിമപി വിസ്മൃതയേനുഭൂത്യൈ. കിം വാ ഭവേന്ന തവ പാദരജോജുഷാം. നൈവോപയന്ത്യപചിതിം കവയസ്തവേഷ ബ്രഹ്മായുഷാപി കൃതവൃദ്ധമുദസ്മരന്ത. യോന്തർബഹിസ്തനുഭൃതാമശുഭം വിധുന്വന്നാചാര്യ ചൈത്യവപുഷാ സ്വഗതിം വ്യനക്തി. ശ്രീശുക ഉവാച
ഇത്യുദ്ധവേനാത്യനുരക്തചേതസാ പൃഷ്ടോ ജഗൽക്രീഡനകസ്വശക്തിഭിः ഗൃഹീതമൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാദ സപ്രേമ മനോഹരസ്മിത. ശ്രീഭഗവാനുവാച ഹന്ത തേ കഥയിഷ്യാമി മമ ധർമാൻ സുമംഗളാൻ യാൻ ശ്രദ്ധയാചരൻ മർത്യോ മൃത്യും ജയതി ദുർജയം. കുര്യാൽ സർവാണി കർമാണി മദർത്ഥം ശനകൈ സ്മരൻ മയ്യർപ്പിതമനശ്ചിത്തോ മദ്ധർമാത്മമനോരതി ദേശാൻ പുണ്യാനാശ്രയേത മദ്ഭക്തൈ സാധുഭിശ്രിതാൻ ദേവാസുരമനുഷ്യേഷു മദ്ഭക്താചരിതാനി ച. പൃഥക് സത്രേണ വാ മഹ്യം പർവയാത്രാമഹോത്സവാൻ കാരയേൽ ഗീതനൃത്യാദ്യൈർ മഹാരാജവിഭൂതിഭിः മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം ഈക്ഷേതാത്മനി ചാത്മാനം യഥാഗമമലാശയ. ഇതി സർവാണി ഭൂതാനി മദ്ഭാവേന മഹാദ്യുതേ സഭാജയൻ മന്യമാനോ ജ്ഞാനം കേവലമാശ്രിത. ബ്രാഹ്മണേ പുൽക്കസേസ്തേനെ ബ്രഹ്മണ്യേർക്കേ സ്ഫുലിംഗികേ അക്രൂരേ ക്രൂരകേ ചൈവ സമദൃക് പണ്ഡിതോ മത. നരേഷ്വഭീക്ഷ്ണം മദ്ഭാവം പുംസോ ഭാവയതോ ചിരാൽ സ്പർദ്ധാസൂയാതിരസ്കാരാ സാഹങ്കാര വിയന്തിഃ. വിസൃജ്യ സ്മയമാനാൻ സ്വാൻ ദൃശ്യം വ്രീഡാം ച ദൈഹികീം പ്രണമേൽ ദണ്ഡവൽ ഭൂമാവാശ്വചാണ്ഡാളഗോഘരം യാവൽ സർവേഷു ഭൂതേഷു മദ്ഭാവോ നോപജായത്തെ താവദേവമുപാസീത വാങ്മനഃകായവൃത്തിഭിः. സർവം ബ്രഹ്മാത്മകം തസ്യ വിദ്യയാത്മമനീഷയാ പരിപശ്യന്നു പരമേൽ സർവതോ മുക്തസംശയ. അയം ഹി സർവകൽപാനാം സദ്ധ്രീചീനോ മതോ മമ മദ്ഭാവ സർവഭൂതേഷു മനോവാക്കായവൃത്തിഭിः. നഹ്യംഗോപക്രമേ ധ്വംസോ മദ്ധർമ്മസ്യോദ്ധവാണ്വപി മയാ വ്യവസിതഃ സമ്യക് നിർഗുണത്വാദനാശിഷ. യോ യോ മയി പരേ ധർമ്മ കൽപ്യത്തെ നിഷ്ഫലായ ചേൽ തദായാസോ നിരർത്ഥഃ സ്യാൽ ഭയാദേരിവ സത്തമാ. ഏഷാ ബുദ്ധിമതാം ബുദ്ധിർ മനീഷാ ച മനീഷിണാം യൽ സത്യമനൃതേനേഹ മർത്യേനാപ്നോതി മാമൃതം. ഏഷ തേ വിഹിത കൃഷ്ണോ ബ്രഹ്മവാദസ്യ സംഗ്രഹ സമാസവ്യാസവിധിനാ ദേവാനാമപി ദുർഗമ. അഭീക്ഷ്ണശസ്തേ ഗതിതം ജ്ഞാനം വിസ്പഷ്ടയുക്തിമൽ ഏതദ്വിജ്ഞായമുച്യേത പുരുഷോ നഷ്ടസംശയ. സുവിവിക്തം തവ പ്രശ്നം മയൈതദഭിധാരയേൽ
സനാതനം ബ്രഹ്മഗുഹ്യം പരം ബ്രഹ്മാധിഗച്ഛതി യേതന്മമ ഭക്തേഷു സമ്പ്രദദ്യാൽ സുപുഷ്കലം തസ്യാഹം ബ്രഹ്മദായസ്യ ദദായാത്മാനമാത്മനാ യ ഏതൽ സമധീത പവിത്രം പരമം ശുചി സപൂയേതാഹരഹർമാം ജ്ഞാനദീപേന ദർശയൻ യ ഏതൽ ശ്രദ്ധയാ നിത്യമവ്യഗ്ര ശൃണുയാന്നര മയി ഭക്തിം പരാം കുർവൻ കർമ്മഭിന്ന സ ബധ്യത്തെ അപ്യുദ്ധവ ത്വയാ ബ്രഹ്മസഖേ സമവധാരിതം അപി തേ വിഗതോ മോഹ ശോകശ്ചാസൗ മനോഭവ നൈതത്വയാ ദാംഭികായ നാസ്തികായ ഷഠായ ച അശുശ്രൂഷോരഭക്തായ ദുർവിനീതായ ദീയതാം ഏതൈർദോഷൈർവിഹീനായ ബ്രഹ്മണ്യായ പ്രിയായ ച സാധവേ ശുചയേ ബ്രൂയാൽ ഭക്തി സ്യാൽ ക്ഷുദ്രയോഷിതാം നൈതദ്വിജ്ഞായ ജിജ്ഞാസോർ ജ്ഞാതവ്യമവശിഷ്യത്തെ പീത്വാ പീയൂഷമമൃതം പാതവ്യം നാവശിഷ്യത്തെ ജ്ഞാനേ കർമ്മണി യോഗേ ച വാർത്തായാം ദണ്ഡധാരണേ യാവാനർത്ഥോ നൃണാം താത താവാം സ്തേഹം ചതുർവിധ മർത്യോ യദാ ത്യക്ത സമസ്തകർമ്മ നിവേദിതാത്മാ വിചികീർഷിതോ മേ തദാമൃതത്വം പ്രതിപദ്യമാനോ മയാത്മഭൂയായ ച കൽപ്പതേ വൈ. ശ്രീശുക ഉവാച സ ഏവമാദർശിതയോഗമാർഗ തദോത്തമശ്ലോകവചോ നിശമ്യ ബദ്ധാഞ്ജലി പ്രീത്യുപരുദ്ധകണ്ഠോ ന കിഞ്ചിതൂചേ അശ്രുപരിപ്ലുതാക്ഷ വിഷ്ടഭ്യചിത്തം പ്രണയാവഘൂർണം ധൈര്യേണ രാജൻ ബഹുമന്യമാന കൃതാഞ്ജലി പ്രാഹയതു പ്രവീരം ശീർഷ്ണ സ്പൃശം തച്ചരണാരവിന്ദം. ഉദ്ധവ ഉവാച വിദ്രാവിതോ മോഹമഹാന്ധകാരോ യ ആശ്രിതോ മേ തവ സന്നിധാനാൽ വിഭാവസോ കിം नु സമീപഗസ്യ ശീതം തമോഭി പ്രഭവന്ത്യജാദ്യ പ്രത്യർപ്പിതോ മേ ഭവതാനുകമ്പിന ഭൃത്യായ വിജ്ഞാനമയ പ്രദീപ ഹിത്വാ കൃതജ്ഞസ്തവ പാദമൂലം കോന്യൽ സമീയാച്ഛരണം ത്വദീയം വൃക്ണശ്ച മേ സുദൃഢസ്നേഹപാശോ ദാശാർഹവൃഷ്ണ്യന്ധകസാത്വതേഷു പ്രസാരിത സൃഷ്ടിവിവൃദ്ധയേ ത്വയാ സ്വമായയാ ഹ്യാത്മസുബോധഹേതിന നമോസ്തു തേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതി സ്യാദ് അനപായിനി.
നമോസ്തു തേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതി സ്യാത് അനപായിനി. നമോസ്തു തേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാംഭോജേ രതി സ്യാദനപായിനി. ശ്രീഭഗവാനുവാച ഗച്ഛോദ്ധവമയാദിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം തത്ര മൽപാദതീർത്ഥോദേ സ്നാനോപസ്പർശനൈ ശുചി. ഈക്ഷയാളകനന്ദായ വിധൂതാശേഷകൽമഷ വസാനോ വൽക്കലാന്യംഗ വന്യഭുക് സുഖനിസ്പൃഹ തിദിക്ഷുർദ്വന്ദ്വമാത്രാണാം സുശീലസംയതേന്ദ്രിയ ശാന്ത സമാഹിതധിയാ ജ്ഞാന വിജ്ഞാന സംയുത. മത്തോനുശിക്ഷിതം യത്തെ വിവിക്തമനുഭാവയൻ മയ്യാവേശിതവാക്ചിത്തോ മദ്ധർമ്മനിരതോ ഭവ. അതിവ്രജ്യ ഗതീസ്തിസ്രോ മാമേഷ്യസി തതഃ പരം. ശ്രീശുക ഉവാച സ ഏവ മുക്തോ ഹരിമേധസോദ്ധവ പ്രദക്ഷിണം തം പരിസൃത്യ പാദയോ ശിരോ നിധായാശ്രുകലാഭിരാർദ്രധീർ ന്യഷിഞ്ചതദ്വന്ദ്വപരോപ്യപക്രമേ. സുദുസ്ത്യജസ്നേഹവിയോഗകാതരോ ന ശക്നുവംസ്തം പരിഹാതുമാതുര കൃച്ഛ്രം യയൗ മൂർധനി ഭർതൃപാദുകേ ബിഭ്രൻ നമസ്കൃത്യ യയൗ പുനഃ പുനഃ. തതസ്തമന്തർഹൃദി സന്നിവേശ്യ ഗതോ മഹാഭാഗവതോ വിശാലാം യഥോപദിഷ്ടാം ജഗദേകബന്ധുനാ തതഃ സമാസ്ഥായ ഹരേരഗാദ്ഗതിം യയേതദാനന്ദസമുദ്രസംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം കൃഷ്ണേന യോഗേശ്വര സേവിതാംഘ്രിണാ സശ്രദ്ധയാ സേവ്യ ജഗത് വിമുച്യത്തെ. ഭവഭയമപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവൽ വേദസാരം. അമൃതമുദധിതശ്ചാപായയൽ ഭൃത്യവർഗാൻ പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. പുരുഷമൃഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. കൃഷ്ണസംജ്ഞം നതോസ്മി. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ
വയ്യാസിക്യാമഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഭക്തിയോഗനിരൂപണം നാമ ഏകോനത്രിംശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കൃപാകടാക്ഷങ്ങൾ ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 885 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 29 അധ്യായം, വളരെ വിശേഷമായിട്ടുള്ള ഭാഗം, ഉദ്ധവനെ ഭഗവാൻ ബദരിയാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുന്ന ആ 29 അധ്യായം ഭക്തിയോഗ നിരൂപണം എന്ന് സജ്ജനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന ആ ഭാഗം, അതാണ് നമ്മൾ ഇന്ന് വളരെ വിസ്തരിച്ച് പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇവിടെ ഉദ്ധവന്റെ ചോദ്യത്തോടു കൂടി തന്നെയാണ് ഈ അധ്യായവും ആരംഭിക്കുന്നത്. ഉദ്ധവൻ ചോദിക്കുന്നു, സുദുശ്ചരാമി മാം മന്യേ യോഗചര്യാമനാത്മന യഥാഞ്ജസ പുമാൻ സിദ്ധ്യ തന്മേ ബ്രൂഹ്യഞ്ജസാച്യുത. ഇമാം യോഗചര്യാം, ഈ യോഗക്രമം, നേരത്തെ ജ്ഞാനയോഗത്തെയും ധ്യാനയോഗത്തെയും ഒക്കെ പറഞ്ഞു കൊടുത്തു ഭഗവാൻ ഉദ്ധവന്. ഇപ്പൊ പറയുകയാണ്, ഈ യോഗക്രമം അനാത്മനഃ, മനസ്വാധീനമില്ലാത്ത ആളുകൾക്ക്, സുദുശ്ചരാം മന്യേ, സാധിക്കാൻ കഴിയാത്തതാണ്, അസാധ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പുമാൻ അഞ്ജസ യഥാസിദ്ധ്യേൽ, ഒരാൾക്ക്, പുരുഷന് എന്ന് വെച്ചാൽ ജീവന്, പ്രയാസം കൂടാതെ ഏതു വിധത്തിൽ ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ, തഥാ മേ അഞ്ജസ അച്യുത ബ്രൂഹി, ആ വിധത്തെ, ആ വഴിയെ എനിക്കായിക്കൊണ്ട് അഞ്ജസ, എളുപ്പത്തിൽ ധരിക്കാവുന്ന തരത്തിൽ. ഇവിടെ അഞ്ജസ പ്രയാസം കൂടാതെ അല്ലെങ്കിൽ എളുപ്പത്തിൽ, അച്യുത നാശരഹിതനായിരിക്കുന്ന ഭഗവാനെ, ച്യുതിയില്ലാത്ത ഭഗവാനെ ബ്രൂഹി പറഞ്ഞാലും. കഴിഞ്ഞ അധ്യായത്തിൽ ധ്യാനയോഗം അല്ലെങ്കിൽ ജ്ഞാനയോഗത്തെയാണ് വളരെ വിസ്തരിച്ച് പറഞ്ഞത്. എന്നാൽ ഈ ജ്ഞാനയോഗം പൊതുവിൽ സാധാരണ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. മനസ്സിനെ സ്വാധീനപ്പെടുത്തിയ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവും, അവർക്ക് അതിനെ അനുഷ്ഠിക്കാൻ സാധിക്കും, അതിനെ അനുസന്ധാനം ചെയ്യാനൊക്കെ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ഇതില്ലാത്ത സാധാരണ ആളുകൾക്ക് അങ്ങ് പറഞ്ഞ ഈ ജ്ഞാനയോഗം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഭഗവാനെ. അപ്പൊ എങ്ങനെ ഈ നിലയിലേക്ക്, ഭഗവത് പാദാരവിന്ദങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും? ജ്ഞാനയോഗം ഇതൊക്കെ അങ്ങ് പറഞ്ഞു, പക്ഷേ അത് ബുദ്ധിമുട്ടുള്ളതാണ്. എളുപ്പത്തിൽ എങ്ങനെ എത്താൻ സാധിക്കും സാധാരണ ആളുകൾക്ക്? ഇതൊക്കെ സജ്ജനങ്ങളുടെ വളരെ വിശേഷമായിട്ടുള്ള സ്വഭാവമാണ്. കാരണം തങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും, അതിന് വേണ്ടത് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രായശ പുണ്ടരീകാക്ഷ യുഞ്ജന്തോ യോഗിനോ മന
വിഷീദന്ത്യസമാധാനാൻ മനോനിഗ്രഹകർഷിത. പുണ്ടരീകാക്ഷ, പുണ്ടരീകം പോലെയുള്ള അക്ഷികളോടുകൂടിയവൻ, ഹേ താമരക്കണ്ണ. മനഃ യുഞ്ചന്ത, മനസ്സിനെ അടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, മനോനിഗ്രഹ കരിഷിതാഹ, മനസ്സിനെ അടക്കാൻ പ്രയത്നിച്ചിട്ട്, അസമാധാനാൽ, സമാധാനമില്ലാത്തത് കൊണ്ട്, പ്രായശഃ യോഗിനഃ വിഷീദന്തി, പ്രായേണ യോഗികൾ വിഷാദിക്കുന്നു, അവർക്ക് ആ നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കണില്ല. നോക്കൂ, മനസ്സിനെ ഒരിടത്ത് നിർത്താൻ യോഗികൾ ശ്രമിക്കുന്നു, പക്ഷേ അവരുടെ മനസ്സ് ചഞ്ചലമായി പോണു, ആ കാര്യം അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഫലപ്രാപ്തി ഇല്ലാതെ, അതിൽ തൃപ്തി വരാതെ അവർ വല്ലാതെ വിഷമിക്കുന്നു, അവർക്ക് മനസ്സിനെ അടക്കാൻ സാധിക്കണില്ല. അപ്പൊ മനസ്സിന്റെ ചാഞ്ചല്യം, അതിൻ്റെ ആ ഇളക്കം നിർത്തുക എന്നുള്ളത് അതിപ്രയാസമായിട്ടുള്ള കാര്യമാണ്, ഒട്ടും എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ജ്ഞാനയോഗം സുദുശ്ചരം, അത് വളരെ ബുദ്ധിമുട്ടാണ് സാധാരണ ആളുകൾക്ക് സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് എളുപ്പത്തിലുള്ള വഴി, അങ്ങയിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. അധാത ആനന്ദദുഃഖം പദാംബുജം ഹംസാശ്രയേരന്നരവിന്ദലോചന സുഖം नु വിശ്വേശ്വര യോഗകർമ്മഭിസ്ത്വന്മായയാമി വിഹതാ നമാനിനാ. അധാത, അതുകൊണ്ട് തന്നെ ഹംസാഹ, വിവേകികൾ, ഹംസ മനസ്സോടുകൂടിയവർ, ക്ഷീര നീര വിവേകി, അല്ലേ? ഇപ്പൊ വിവേകമുള്ള ആളുകൾ ആനന്ദദുഃഖം പാദാംബുജം, പദാംബുജം, അവിടുത്തെ ആനന്ദത്തെ വർഷിക്കുന്ന പാദയുഗളങ്ങളെ, പാദകമലത്തെ, നു അരവിന്ദലോചന, നിശ്ചയമായിട്ടും ഹേ താമരക്കണ്ണ, സുഖം ശ്രയേരൻ, ഏറ്റവും സുഖമായിട്ടുള്ള രീതിയിൽ അതിലേക്ക് ശ്രയിക്കും അല്ലെങ്കിൽ സേവിക്കും. അമീ, ഇവർ ത്വന്മായയാ, അങ്ങയുടെ മായയാൽ ന വിഹിത, ഒരിക്കലും ഹനിക്കപ്പെടില്ല, അതിലവര് ബുദ്ധിമുട്ടില്ല. വിശ്വേശ്വര, ലോകനാഥ, യോഗകർമ്മഭി മാനിനഹ വിഹത, എന്നാൽ യോഗകർമ്മങ്ങൾ കൊണ്ട് അഭിമാനിക്കുന്ന ആളുകൾ, എനിക്ക് അതൊക്കെ സാധിക്കും എന്ന് വിചാരിക്കുന്ന ആളുകൾ പലപ്പോഴും അതിൽ നിന്ന് അധപ്പതിക്കുന്നും ഉണ്ട്, അവർ അതുകൊണ്ട് നശിക്കുന്നുമുണ്ട്. മനോനിഗ്രഹം വളരെ ക്ലേശകരമാണ് എന്ന് ആലോചിച്ച വിവേകികൾ സമസ്തമായ ആനന്ദത്തെയും സകലാനന്ദത്തെയും നിത്യാനന്ദത്തെ നൽകുന്ന അവിടുത്തെ പാദയുഗളങ്ങളെ, പാദാരവിന്ദങ്ങളെ, പാദാരവിന്ദം ഭവസിന്ധുബോധം, ഈ ഭവസിന്ധുവിലെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോ അവിടുത്തെ മഹാമായ ഇവരെ ആരെയും മോഹിപ്പിക്കില്ല. കാരണം എന്താ? അവിടുത്തെ പാദഭക്തന്മാരാണ് ഇവര് എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ യോഗസാരം അറിഞ്ഞ ആളുകൾ, ഞങ്ങൾ കർമ്മനൈപുണ്യമുള്ള ആളുകൾ എന്നൊക്കെ അഹങ്കരിക്കുന്ന, അഭിമാനിക്കുന്നവർ അങ്ങയുടെ മഹാമായയിൽ മോഹിപ്പിക്കപ്പെടുന്നു. ഹേ താമരാക്ഷ, ലോകനാഥ, അവിടുന്ന് ആ രീതിയിൽ അടിയങ്ങൾക്ക് എങ്ങനെ ഈ മായയിൽ നിന്ന് മോചനവും, മായാതീതനായിരിക്കുന്ന, മായയുടെ നിയന്താവായിരിക്കുന്ന അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയും എങ്ങനെയുണ്ടാവുമോ അതിന് വേണ്ടത് പറഞ്ഞു തരണേ എന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഉദ്ധവന്റെ മറ്റ് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ, ചോദ്യങ്ങൾ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് ഇപ്പതാ ഈ 3 ശ്ലോകങ്ങളെ കൊണ്ട് ഉദ്ധവൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അപ്പോ അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഏകദേശം. ഇനി ഭഗവാനിൽ നിന്ന് ആ ഭക്തിയോഗത്തിന്റെ മഹിമ, അതിന്റെ മഹത്വം കൂടി മനസ്സിലാക്കി ഭഗവാൻ എന്താണോ ആജ്ഞാപിക്കുന്നത് അത് കേൾക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. ഭഗവാൻ ഇനി ഉദ്ധവനോട് ബദരിയാശ്രമത്തിലേക്ക് പോകാനായിട്ട് പറയും. ഇതിനെ വേദവ്യാസൻ, നാരദൻ തുടങ്ങിയവരെ ഏൽപ്പിക്കുക. ഈ മനോഹരമായ
ഈ ശ്രേഷ്ഠമായ ഉപദേശത്തെ, അതിലൂടെ ലോകത്തിന് മുഴുവൻ ഇത് ഗുണകരമായിട്ട് തീരട്ടെ എന്നുള്ളതൊക്കെയാണ് ഭഗവാന്റെ സങ്കല്പം. അതൊക്കെയാണ് നമ്മളിനി നാളെ അനുസ്മരിക്കുക. അപ്പോ ഇവിടെ ഈ മൂന്നാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ നാലാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം. ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി. സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം. പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം. നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും. വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം. നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം. നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം.
കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.